നമസ്കാരം മക്കളെ, മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇനി വരാൻ പോകുന്ന NDA കീം എൻട്രൻസിന് ഉള്ള മാത്സിന്റെ ക്ലാസ് ആണ്. നമ്മൾ ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് ട്രിഗണോമെട്രി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററാണ്. ഈ വെയിറ്റേജ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. ഈ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ വരാം. നമ്മൾ +1 പഠിച്ചിട്ടുള്ള ട്രിഗണോമെട്രി കവിഞ്ഞ് ഒത്തിരി നമുക്ക് എവിടെയൊക്കെയോ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഏത് ക്വസ്റ്റ്യനും നമുക്ക് എക്സാമിന് വരാം. നിങ്ങൾ ആ രീതിയിൽ കൂടെ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രമേ ഈ വെയിറ്റേജ് കൂടുന്നതുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പ്രയോജനമുള്ളൂ. പിന്നെ ഫോർമുലാസുകൾ എല്ലാവരും ഒരു പ്രശ്നം പറയുന്നതാണ്. പക്ഷേ ഈ ചാപ്റ്ററിനുള്ളിൽ ഫോർമുലാസുകളെ വേണ്ട രീതിയിൽ കൂടെ പഠിച്ചില്ലെങ്കിൽ ചെയ്യാനും പറ്റില്ല. അപ്പൊ നമുക്ക് അടുത്ത മറ്റൊരു ചാപ്റ്ററാണ് ഡെറിവേറ്റീവ്, ഇന്റഗ്രേഷൻ. ഇതൊക്കെ വെയിറ്റേജ് കൂടുതലാണ്. പക്ഷെ ഇതൊക്കെ ഇത്തിരി കുട്ടികൾക്ക് പഠിക്കാൻ പാടാം. നിങ്ങൾ അങ്ങനെ പാടാണെന്ന് വെച്ചുകൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പോപ്പുലർ ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ നോക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണല്ലോ, ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെയൊക്കെ അത്യാവശ്യമൊക്കെ മനസ്സിലായാൽ നമുക്ക് പഠിക്കാൻ പറ്റും. പല കുട്ടികൾക്കും പല കാര്യങ്ങളും മനസ്സിലാവാത്തതിന്റെ പേരിലാണ് മെയിനായിട്ട് പഠിക്കാത്തത്. പിന്നെ ഫോർമുലാസുകളുടെ കുഴപ്പങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സുകളും, അതിനോടൊപ്പം തന്നെ മെറ്റീരിയലും, പിന്നെ ഷോർട്ട് ട്രിക്സും ഷോർട്ട് കട്ട്സും എല്ലാം വേണം കേട്ടോ. അല്ലാതെ ഒരു കാര്യം വെച്ചുകൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. 50 ഡിഗ്രി 37 മിനിറ്റ്സ് 30 സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു ഡാഷ് റേഡിയൻസ്. ഇത് എത്ര റേഡിയൻ ആണ്? നമ്മൾ സാധാരണ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചത് അല്ലേ? എൻട്രൻസ് ഒരിക്കലും അങ്ങനെ ചെറിയ പ്രോബ്ലംസുകൾ വരില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ അറിയാവുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള പുതിയ ചോദ്യങ്ങളും ചെയ്തിട്ടില്ലാത്തതായിരിക്കും മിക്കതും. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡിഗ്രിയാണ്, ഇത് മിനിറ്റാ, ഇതെന്താണ് സെക്കൻഡ്സാ. നമുക്ക് റേഡിയനിലോട്ട് മാറ്റണമെങ്കിൽ തന്നിട്ടുള്ളത് ഫുൾ ഡിഗ്രി ആയിരിക്കണം. ഫുൾ ഡിഗ്രി ആണെങ്കിൽ ആ ഡിഗ്രിയെ നമുക്ക് π/180 കൊണ്ട്, റേഡിയനിലോട്ട് മാറ്റുമ്പോൾ π/180 കൊണ്ട്, എല്ലാം π മണ്ടയ്ക്ക് കണ്ടല്ലോ, π/180 കൊണ്ട് ഇൻറ്റു ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. പക്ഷെ ഇതിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഡിഗ്രി, ഇവരൊന്നും ഡിഗ്രീസ് അല്ല. അപ്പൊ നമുക്ക് ഇതിനെ ചെയ്യുന്ന ആദ്യം നമുക്ക് ഇവരെ രണ്ടുപേരും ഒരുമിച്ച്, ഇതിപ്പോ മിനിറ്റ്സ് അല്ലയോ, മിനിറ്റ്സിനെ നമുക്ക് സെക്കൻഡ്സിനെ നമുക്ക് മിനിറ്റ്സിലോട്ട് മാറ്റണം. എന്നിട്ട് അതിനെ ഡിഗ്രിയിലോട്ട് മാറ്റണം. അപ്പൊ അത് ഞാൻ 37 മിനിറ്റ് 30 സെക്കൻഡ്സിനെ ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. 37 മിനിറ്റ്സ് 30 സെക്കൻഡ്സ് ഈസ് ഈക്വൽ ടു 37 പ്ലസ് 30/60 ഹോൾ മിനിറ്റ്സ്. ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുന്നത് കേട്ടോ. 37 മിനിറ്റ് 30 സെക്കൻഡ്സിനെ 37 പ്ലസ് 30/60, 30/60 ആകുമ്പോൾ അത് മിനിറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി മിനിറ്റാ. അപ്പൊ ഇതിനെ മിനിറ്റ് ആക്കാൻ 30/60 ആയപ്പോൾ അത് മിനിറ്റായി. അപ്പൊ ഈ രണ്ടും ചേരുമ്പോൾ ടോട്ടൽ മിനിറ്റ്സ് ആവും. അവിടെ കട്ട് ചെയ്യുമ്പോൾ 37 പ്ലസ് ഇത് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം, ഇത് 2 ആണ് അല്ലേ. അപ്പൊ 1/2 ഹോൾ മിനിറ്റ്സ്. അപ്പൊ 37 പ്ലസ് 1/2, 37 പ്ലസ് 1/2 ബൈ 1 വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ 75/2 ഹോൾ മിനിറ്റ് എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 75/2 ഹോൾ അത് മിനിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ മിനിറ്റിന് നമുക്ക് നോക്കിക്കേ, 75/2 എന്ന് പറയുമ്പോൾ അത് മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോഴിവിടെ നമുക്ക് എത്ര ഉണ്ട്? ഡിഗ്രിയിലോട്ട് ഇവിടെ 50 ഡിഗ്രി ഉണ്ട്. അപ്പൊ ഇതിപ്പോ ഓൾറെഡി മിനിറ്റ് ആയി. ഈ മിനിറ്റിനെയും കൂടെ ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, 50 ഡിഗ്രി 37 മിനിറ്റ്സ് 30 സെക്കൻഡ്സ് ഈക്വൽ ടു എന്ന് എഴുതുമ്പോൾ 50 പ്ലസ് ഇത് രണ്ടുകൂടെ ചേർത്തുള്ള ആൻസർ ആണ് ഈ കിടക്കുന്ന 75/2 മിനിറ്റ് അല്ലേ. ഈ 75/2 മിനിറ്റിനെ നമുക്ക് പിന്നെയും ഡിഗ്രിയിലോട്ട് മാറ്റുമ്പോൾ /60 കൂടെ കൊടുത്ത് ഹോൾ ഡിഗ്രി. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ കേട്ടോ, 75/2 മിനിറ്റാ. ഇതിനെ നമുക്ക് ഡിഗ്രിയിലോട്ട് മാറ്റണം. ഇതും ഡിഗ്രി ആക്കിയിട്ട് ഈ ഡിഗ്രി ആയിട്ട് ചേരണം. ഇതാ നമ്മളിപ്പോ ആദ്യം ചെയ്തത്. ഇതിനെ ചെയ്തപ്പോൾ ടോട്ടൽ 75/2 മിനിറ്റ് കിട്ടി. ഇത് ഡിഗ്രി ആക്കണമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? 75/2 താഴെ ഒരു 60 കൂടെ കൊടുക്കുമ്പോൾ അത് ഡിഗ്രി ആവും. അതാണ് ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത്. ഇത്രയും ചേർത്ത് 75/2 60 ആക്കി ഡിഗ്രി ആക്കി. ഇത് ഓൾറെഡി ഡിഗ്രിയാണ്. അപ്പൊ രണ്ടുകൂടെ ചേർത്ത് ഹോൾ ഡിഗ്രി ആക്കി രണ്ടുകൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് 50 പ്ലസ്. അപ്പൊ ഈ /60 കൊടുക്കാൻ മറക്കല്ല. സെക്കൻഡ്സിനെ മിനിറ്റിലോട്ട് മാറ്റാനും /60, അതുപോലെ മിനിറ്റിനെ ഡിഗ്രിയിലോട്ട് മാറ്റാനും /60. ഓൾറെഡി 2 ഉള്ളത് കൊണ്ടാണ് ഒരു 2 6 ഒരുമിച്ച് താഴെ വന്നത്. ഇത് തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. 75ഉം 60യും കൂടെ നമുക്ക് ആരും കൊണ്ട് കട്ട് ചെയ്യാം? 5 കൊണ്ട് 15 കൊണ്ട് കട്ട് ചെയ്യാം. 15 × 5ഉം 15 × 4. അപ്പൊ നമുക്ക് 5/8
ഹോൾ ഡിഗ്രി എന്ന് വരും കേട്ടോ. 50 പ്ലസ് 5/2 into 4 5/8 ദാറ്റ് ഈസ് ഈക്വൽ. ഇനി ബൈ 1 വെച്ചുകൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 400 പ്ലസ് 5/8 ഹോൾ ഡിഗ്രി ദാറ്റ് ഈസ് 405/8 ഹോൾ ഡിഗ്രി എന്ന് കിട്ടി. ഇതാണ് നമുക്കിപ്പോ കിട്ടിയിരുന്ന ഫുൾ. ഓക്കെ, ഇൻറ്റു π/180 ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് എത്തുന്നത് കേട്ടോ. ഇൻറ്റു π/180 ഇതിനെ നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇവരെ രണ്ടുപേരെ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 5 into 8 5 into 1 അല്ലേ. 5 into 8 40, 5 into 1 5. ഇതും കട്ട് ചെയ്യുമ്പോൾ 36 ആണ് കേട്ടോ. 5 into 3 15, ബാക്കി 30, 65 into 36 കിട്ടും. പിന്നെ നമുക്ക് ഇതിനെ രണ്ടിനെയും 9 കൊണ്ട് കട്ട് ചെയ്യണം. 81 and 36 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 9 into 9 81, 9 into 4 36. ഇനി നമുക്ക് കട്ടിങ് ഒന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. 8 4 9 കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഫൈനലായിട്ട് കിടക്കുന്നത് 9π on numerator and 8 into 4 on denominator that is 9π divided by 32. 9π divided by 32 രണ്ടാമതുണ്ട് കണ്ടല്ലോ. അപ്പോൾ ഫൈനൽ ആൻസർ 9π/32 ഹോൾ. ഇതാണ് നമുക്ക് റേഡിയനിലോട്ട് മാറ്റുമ്പോൾ. അപ്പൊ ഇത്രയും സിംപ്ലിഫിക്കേഷൻ. ഇനി ഇത് നിങ്ങളൊന്ന് കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെങ്കിൽ ഇവനെ എത്രത്തോളം സ്പീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കണ്ട. അല്ലാതെ പതുക്കെ ചെയ്തെടുത്തു എനിക്ക് 2-3 മിനിറ്റ് കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു കാര്യമില്ല. വളരെ ഫാസ്റ്റ് ആവണം. അല്ലാതെ ഇത് നമ്മൾ മെത്തേഡ് പഠിപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ചെയ്യുന്നത് മനസ്സിലായവര് പിന്നെ എന്ത് ചെയ്യണം, ഫാസ്റ്റ് ആയിരിക്കണം. അതല്ലാതെ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം കാര്യം ഇല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാല്യൂ ഓഫ് sin 24 പ്ലസ് cos 36 into sin 24 മൈനസ് cos 66 ഉണ്ടല്ലോ. sin 24 cos 66, sin 24 മൈനസ് cos 66. ഇത് നമ്മൾ നോക്കുമ്പോൾ sin a പ്ലസ് cos b, sin a മൈനസ് cos b. ശരിയല്ലയോ? ഇത് രണ്ട് സെയിം ടൈംസ്, ഇത് രണ്ടും സെയിം ടൈംസ്. ഇവിടെ പ്ലസും ഇവിടെ മൈനസും എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. പക്ഷെ നമുക്ക് അത്രയും പോകാതെ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് കൂടെ ഒന്ന് അറിയിക്കാനാണ് ഈ പ്രോബ്ലം എടുത്തത്. നോക്കിക്കേ, നിങ്ങൾ ഈ സൈനും കോസും തമ്മിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. 90ൽ താഴെയുള്ള സൈനും കോസും നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഒരാൾ നോക്കിക്കേ, ഇപ്പൊ സൈൻ 20 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കോസിലോട്ട് മാറ്റാം. എന്ത് ചെയ്യാന്നറിയാം, കോസ് 70 ഇട്ടാൽ മതി. ചിലർക്ക് അറിയാം 90ൽ നിന്ന് കുറച്ചുള്ളതും എഴുതിയാൽ സൈനിനെ കോസിലോട്ട് മാറ്റാൻ സൈൻ ഓഫ് 20 ആണെങ്കിൽ കോസ് ഓഫ് എഴുതുമ്പോൾ ഈ 20യെ 90ൽ നിന്നും കുറച്ച് 70 കേട്ടോ. അതുപോലെ തന്നെ കോസ് 40 എന്നുള്ളതിനെ നിങ്ങൾ സൈനിലോട്ട് എഴുതുമ്പോൾ 50 എഴുതിയാൽ മതി. എന്തുകൊണ്ടോ, കോസ് 40 എന്നുള്ളതിനെ സൈനിലോട്ട് എഴുതുമ്പോൾ 90ൽ നിന്നും കുറച്ചുള്ള 50. അപ്പൊ ഇവിടെ നോക്കിക്കേ, കോസ് 66. ഈ കോസ് 66നെ നിങ്ങൾക്ക് സൈനിലോട്ട് എഴുതുമ്പോൾ സൈൻ ഓഫ് എത്ര കിട്ടും, 24. എന്തുകൊണ്ടാ, 90ൽ നിന്നും 66ലോട്ട് പോകുമ്പോൾ ഈ കോസ് 66നെ സൈനിലോട്ട് മാറ്റുമ്പോൾ സൈൻ ഓഫ് 24. ഇതാര് തന്നെയാ, സൈൻ 24. സൈൻ 24 മൈനസ് സൈൻ 24 എത്ര ആവും, 0. ഇത് ഇൻറ്റു 0, ആൻസർ ആരാവും 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനും ട്രിഗണോമെട്രിയിലെ റിഡക്ഷൻ ഫോർമുലയായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കൂടുതൽ കുട്ടികൾക്ക് പ്രാക്ടീസ് ഇല്ല. ചെറിയ പ്രോബ്ലം ചെയ്യുമെങ്കിലും ഇങ്ങനത്തെ വലിയ ചോദ്യങ്ങൾ ചെയ്യാൻ, അതുപോലെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ നല്ലപോലെ പഠിച്ചിരിക്കണം. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനൊക്കെ ഉള്ള കഴിവ് നോക്കിയാണ്. ഇത് ഓരോന്നും നമുക്ക് ഓരോ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് sin 34 cos 236 മൈനസ് sin 56 sin 124 by cos 28 cos 88 plus cos 178 into sin 208. ആൻസേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇനി ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് വലിയ ഡിഗ്രി ഉണ്ടാവും. 236, 124, 178, 88, പിന്നെ അവിടെ സൈൻ 208. ഇവരെയൊക്കെ ഒന്ന് മാറ്റണം. ഇതൊക്കെ മാറ്റുമ്പോൾ എങ്ങനെ മാറ്റണം എന്നുള്ളത് ഒരു വലിയൊരു വിഷയമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏതെങ്കിലും റിസൾട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. നിങ്ങൾക്ക് ഓർമ്മയുള്ള റിസൾട്ടുകളൊക്കെ ഞാൻ എഴുതാം. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ട്, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അത് സൈൻ ഓഫ് എ മൈനസ് ബി ആണ്. അപ്പൊ ഇത് ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ എന്ത് വരും, പ്ലസ്. അപ്പൊ ഇവിടെ പ്ലസ് വന്നാൽ ഇവിടെ പ്ലസ് വരും, ഇവിടെ മൈനസ് വന്നാൽ ഇവിടെ എന്ത് വരും, മൈനസ്. വേറെ വ്യത്യാസം ഒന്നും കേട്ടോ. അപ്പൊ ഈ സൈന് കോസ്, കോസ് സൈന്, അതൊരു വളരെ ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് ഈ പ്രോബ്ലങ്ങളിൽ. ഇവിടെ നോക്കിക്കേ, സൈൻ 234 കോസ് 236. അപ്പൊ ഞാൻ ഓരോ ടേബിളിൽ ഒന്ന് മാറ്റാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 34. ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, സൈനിൽ തന്നെയാണ് തുടങ്ങിയേക്കുന്നത്. ഒന്നും ചെയ്യണ്ട. സൈനെ കോസ് ബി ആണ്. ഈ റിസൾട്ടിന്റെ സൈൻ തന്നെയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇത് കോസ് ആണ് ഇവിടെ വരേണ്ടത്. ഇവിടെ കോസ് തന്നെ, പക്ഷെ 236.
ഈ 236 നമ്മൾ എന്ത് ചെയ്യണം? റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യണം. എന്തായാലും വലിയ ഡിഗ്രി നമുക്ക് മാറ്റുമ്പോൾ കോസ് ഓഫ് 180 പ്ലസ് ആവരുത്, ശരിയല്ലയോ? നമുക്ക് എപ്പോഴും റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 4 ഡിഗ്രീസ് 90, 180, 270, 360. ഇതിൽ 180യും 360 ആണെങ്കിൽ പ്രോബ്ലം ഇത്തിരി ഈസി ആയിട്ട് പോകും. 90യോ 270യോ ഇട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താലും ആൻസർ കിട്ടുമെങ്കിൽ ഇത്തിരി ഇവിടെ വളഞ്ഞ വഴിയേ ഉള്ളൂ വരേണ്ടി വരും. അതുകൊണ്ട് 180 ആയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ 180യുടെ കൂടെ 236 കിട്ടാൻ 56 ആണ് ചേരേണ്ടത്, ശരിയല്ല? 180ഉം 56 ചേരുമ്പോൾ 236 മൈനസ് അടുത്തത് സൈൻ 56 ഉണ്ട്, സൈൻ 56 ഉണ്ട്. അതോടെ സൈൻ 124നെ നമുക്ക് മാറ്റാം. 124നെ മാറ്റുമ്പോൾ സൈൻ ഓഫ് 180 മൈനസ് ആണ് കേട്ടോ. 180 ശരിയല്ലയോ? 124 ഉള്ളു. അപ്പൊ 180 അപ്ലൈ ചെയ്യുമ്പോൾ 180 കുറയ്ക്കണം. എത്ര കുറയണം? 56 കുറഞ്ഞാൽ 124 വരും. ഓക്കെ, ബൈ. ഇനി ഡിനോമിനേറ്റർ കോസ് 28 ഉണ്ട്. ഞാനിപ്പോ വലിയ ഡിഗ്രിയുടെ അങ്ങ് മാറ്റിയാണ് കേട്ടോ. കോസ് 88. അതുപോലെ കോസ് 178നെ മാറ്റണം. കോസ് 178നെ കോസ് ഓഫ് 180 മൈനസ് 2 ശരിയല്ലേ? 178 180 2 കുറഞ്ഞാൽ മതി. ഇൻറ്റു സൈൻ ഓഫ് 208നെ 180 പ്ലസ് 28 എന്ന് വരും. ഓക്കെ, ഇവിടെ നോക്കുമ്പോ 28 അതൊക്കെ ഇവിടെ വരുന്നത് കേട്ടോ. ഇവിടെ 28, ഇതാണ് 180 പ്ലസ് 28 208. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഒക്കെ പ്രോബ്ലത്തിനുണ്ടാവും ഉണ്ടല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് 34 കോസ് ഓഫ് 180 പ്ലസ് 56. 180 ചേഞ്ച് ചെയ്യത്തില്ല കേട്ടോ. 180 ചേഞ്ച് ചെയ്യത്തില്ല. കോസ് ഓഫ് 180 പ്ലസ് 56 എന്ന് പറയുമ്പോൾ കോസ് ഓഫ് 56 തന്നെയാണ്, പക്ഷെ മൈനസ് ഉണ്ടാവും. ഓക്കെ, മൈനസ് ഉണ്ടാവും. മൈനസ് ഇവിടെ അതുപോലെ തന്നെ സൈൻ 56 അതേപോലെ തന്നെ, സൈൻ 56 അതേപോലെ തന്നെ. സൈൻ ഓഫ് 180 മൈനസ് 56 എന്ന് പറയുമ്പോൾ ആര് തന്നെ കിട്ടും? സൈൻ ഓഫ് 56 എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ സൈനെ കോസ് ബി പോലെ ആയിട്ടുണ്ട്. മൈനസ് കോസെ സൈൻ ബി ആണല്ലോ. ഇവിടെ നമുക്ക് ഇയാളെ എ ആയിട്ട് എടുക്കാന്ന് വിചാരിക്കാം. 34നെ എ ആയിട്ട് എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇതെന്താണ്? ബി ആയിട്ട്. അപ്പൊ ഈ 56 നമുക്ക് ഉണ്ടല്ലോ സൈനെ കോസ് ബി പ്ലസ് കോസെ സൈൻ ബി ആണ്. ഈ 56നെ നമ്മൾ കോസിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പൊ നമുക്കിത് റിസൾട്ട് ആയിട്ട് മാറും. സൈനെ കോസ് ബി മൈനസ് കോസെ എന്നുള്ള സൈൻ ബി ആയിക്കോളും. അപ്പൊ നമുക്ക് ആ റിസൾട്ട് ഒന്ന് മാറും ബൈ. അപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് എഴുതാനുണ്ടേ. അപ്പൊ ന്യൂമറേറ്റർ നമുക്ക് ഇങ്ങനെ മാറ്റാം എന്ന് വെച്ചോ. ഈ സൈൻ 56 നെക്സ്റ്റ് എന്തിനോട് മാറ്റാം? ന്യൂമറേറ്റർ ഞാൻ ചെയ്തൊന്ന് കാണിക്കാം. കോസ് ഓഫ് 34 കിട്ടും. എന്തുകൊണ്ടാ? സൈൻ 56 ആയിരുന്നു. സൈൻ 56 എന്നുള്ളത് സൈൻ 56 എന്നുള്ളത് കോസ് എത്രയായിട്ട് മാറും? 34 ആയിട്ട് മാറും. ഓക്കെ, ഇത് പറയണ്ട. സൈനെ കോസ് ബി മൈനസ് കോസ് സൈൻ ബി ആണ്. മറ്റൊരു പ്രശ്നമുണ്ട്. ഇവിടെ എന്തുണ്ട്? മൈനസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? മൈനസ്. അപ്പൊ മൈനസിനെ പുറത്തെടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ പ്ലസ് വരും. നോക്കിയാണ് മൈനസ് ഓഫ് സൈൻ 34 കോസ് 56 പ്ലസ് കോസ് 34 സൈൻ 56. ഇവിടെയും മൈനസ്, ഈ ടൈമിന് മൈനസ്. മൈനസ് ഇങ്ങനെ പുറത്തെടുത്തില്ല, എല്ലാം പ്ലസ് ആവും കേട്ടോ. ഓക്കെ, ഇപ്പൊ കണ്ടോ സൈനെ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി പ്ലസിന്റെ റിസൾട്ട് സൈനെ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി സൈൻ ഓഫ് എ പ്ലസ് ബി ആയിട്ട് മാറും. ഇത് സൈൻ ഓഫ് 34 പ്ലസ് 56 ആവും. പുറത്ത് മൈനസ് ഉണ്ട് കേട്ടോ. പുറത്ത് ന്യൂമറേറ്റർ മാത്രം ചെയ്തു തരിക. മൈനസ് സൈൻ ഓഫ് 90 ആയിക്കൊണ്ട് -1 എന്ന് ന്യൂമറേറ്റർ കിട്ടും. ഈ ന്യൂമറേറ്റർ ചെയ്താൽ -1 കിട്ടും. അത് മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇപ്പൊ ഡിനോമിനേറ്റർ ഉണ്ട് ഇനി. അപ്പൊ നമ്മളിപ്പോ ന്യൂമറേറ്ററിനെ മാത്രം ചെയ്താണ് ഞാൻ ഇത്രയും ചെയ്ത് ഇവിടം വരെ എത്തിയേക്കുന്നത് കേട്ടോ. ഇനി ഡിനോമിനേറ്റർ ചെയ്യാനുണ്ട്. ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ കോസ് 28 അതേപോലെ കോസ് 88നെ വേണമെങ്കിൽ സൈൻ ഓഫ് 2 എന്ന് വേണമെങ്കിൽ എഴുതാം. 90 താഴെ അല്ലയോ? അപ്പൊ കോസ് 88 എന്നുള്ളതിന് സൈനോട്ട് മാറ്റുമ്പോൾ 90 നിന്നും 88 കുറച്ച് 2. ഇനി ഇവിടെ കോസ് 180 മൈനസ് 2 ദാറ്റ് ഈസ് മൈനസ് കോസ് 2 എന്ന് കിട്ടും കേട്ടോ. മൈനസ് കോസ് 2. അതുപോലെ ഇവിടെ സൈൻ 180 പ്ലസ് 28 എന്ന് പറയുമ്പോൾ ആര് തന്നെ കിട്ടും? സൈൻ 28 തന്നെ കിട്ടും കേട്ടല്ലോ. ഓക്കെ, നോക്കിക്കേ. അപ്പം സൈൻ 28. അപ്പൊ സൈൻ 180 പ്ലസ് 28 സൈൻ 28 ആണ്. പക്ഷെ അവിടെയും എന്ത് വരും? മൈനസ് വരും. എന്തുകൊണ്ടാ? 180 പ്ലസ് ആണ്. 180 പ്ലസ് എന്ന് തേർഡ് ക്വാഡ്രന്റിൽ മൈനസ് ആണ്. ഓക്കെ, ഞാൻ ഡിനോമിനേറ്റർ മാത്രം ഇപ്പൊ എഴുതുന്നത്. അപ്പൊ ഈ രണ്ട് മൈനസ് പ്ലസ് ആവും. നെക്സ്റ്റ് ഡിനോമിനേറ്റർ വരുമ്പോൾ നെക്സ്റ്റ് നോക്കിക്കേ. ഇത്
ഇത് നമുക്ക് ഇനി ഒന്ന് കറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. sin 2 ആദ്യം എഴുതി, cos 28 രണ്ടാമത് എഴുതി കേട്ടോ. sin 2 ആദ്യം എഴുതി, cos 28 രണ്ടാമത് എഴുതി. ഈ രണ്ട് മൈനസ് ഇവിടെ പ്ലസ് ആയി, മൈനസ് ഒന്നും പുറത്തില്ല. നെക്സ്റ്റ് എന്താണ്? cos 2 into sin 28. ഇപ്പൊ നോക്കിക്കേ, sin a cos b പ്ലസ് cos a sin b. ആ പ്ലസിന്റെ റിസൾട്ട് പിന്നെ വന്നു. sin of a plus b വരും. ഓക്കെ, sin of a plus b വരും. അപ്പൊ ഡിനോമിനേറ്റർ ആണ് വരുന്നത്. ഡിനോമിനേറ്റർ sin of a plus b എന്ന് പറയുമ്പോൾ 2 plus 28 എന്നാണ് കേട്ടോ. sin a cos b ആണല്ലോ, cos b plus cos a sin b. അപ്പൊ ഇത് ഇവിടെ a ആയിട്ടുള്ളത് 2 ഉം b ആയിട്ടുള്ളത് 28 ആണ്. sin of a plus b, sin of 2 plus 28, that is denominator sin of ആരെന്ന് വരും? 30. ഓക്കെ, sin 30 എത്ര വരും? 1/2 വരും. അപ്പം ന്യൂമറേറ്റർ -1 കിട്ടിയായിരുന്നു, by 1/2, that is -1 into 2/1. ആൻസർ ഈസ് -2 എന്ന് ഫൈനൽ ആൻസർ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യാനുണ്ടോ? ഇത്രയൊക്കെ ചെയ്യാനൊക്കെ ഉള്ളത് വളരെ ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇച്ചിരി സ്പീഡ് കിട്ടും. അപ്പൊ ഇത് ഓരോന്നിനെ മാറ്റുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിന്റെ ഒരു വഴിയാണ്. ഇത് വേറെ വഴിയൊക്കെ നമുക്ക് ചെയ്യാം, വേറെ റിസൾട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോ എല്ലാം sin a cos b പ്ലസ് cos a sin b യുടെ റിസൾട്ട് യൂസ് ചെയ്യിപ്പിച്ചാണ് ഈ മുഴുവൻ ചെയ്തു വന്നത് കേട്ടോ. ആണല്ലോ, എല്ലാത്തിനും sin a cos b പ്ലസ് cos a sin b യുടെ റിസൾട്ടിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ എൻട്രൻസ് അങ്ങ് ഈസിയാണ് എന്ന് വിചാരിക്കല്. അപ്പൊ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.